പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ യുഎഇയിൽ നിന്നും വരുന്ന വാർത്തകളും ശുഭകരമല്ല. യുഎഇക്ക് നേരെ വീണ്ടും മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് തുടരാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി ആക്രമണം പ്രതിരോധിക്കുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, അപ്പോൾ ഹോർമുസിൽ വീണ്ടും സംഘർഷങ്ങളിലേക്ക് വഴിവെക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും യുഎഇയിലേക്കുള്ള മിസൈൽ ആക്രമണം കൂടി ഉണ്ടായിരിക്കുകയാണ്. എവിടെയാണ് ആക്രമണം ഉണ്ടായത്? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ജിൽസി, അല്പം മുമ്പാണ് UAE നേതൃത്വം പ്രധാനമായിട്ടും പ്രതിരോധ മന്ത്രാലയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്ന് നിരവധി ഡ്രോൺ മിസൈലുകൾ UAEക്ക് നേരെ വന്നതായിട്ടുള്ള ഒരു പ്രതികരണമാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ വിജയകരമായി പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച തുടർച്ചയായിട്ടുള്ള 2 ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ UAEക്ക് നേരെ ഇറാനിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങളല്ല ഇത്തരം ഒരു ആക്രമണം നടത്തിയത് എന്നൊരു വിശദീകരണം ഇറാൻ പുറപ്പെടുവിച്ചിരുന്നു. അത് പക്ഷേ UAE അംഗീകരിച്ചിട്ടില്ല. കാരണം ഈ ഒരു വെടിനിർത്തൽ നിലനിൽക്കുന്നതായി US പ്രസിഡന്റ് ട്രംപ് അല്പം മുമ്പാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലും ആ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് UAEക്ക് നേരെ നടന്ന ആക്രമണം വലിയ നടുക്കത്തോടു കൂടി തന്നെയാണ് UAE നോക്കിക്കാണുന്നത്. ഈ ഇറാൻ നടത്തിയിരിക്കുന്ന ഇത്തരം ആക്രമണങ്ങളിൽ സംഭവിച്ച നഷ്ടങ്ങളുടെ വിശദമായ കണക്കെടുക്കാൻ വേണ്ടി ഇന്നലെ UAE നേതൃത്വം ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിരുന്നു. എന്തായാലും തികച്ചും ഏകപക്ഷീയമായിട്ട് ഇത്തരം നീക്കങ്ങൾ ഒരു നിലക്കും അംഗീകരിക്കാനാവില്ലെന്ന ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ UAE നൽകുന്നത്. ശരി, അപ്പോൾ UAEക്ക് നേരെയുള്ള ആക്രമണം അത് പ്രതിരോധിക്കുന്നു എന്നുള്ള UAE അറിയിപ്പ് ഇപ്പം തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് UAEയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഹോർമുസിൽ സംഘർഷം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് UAEയിലേക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതും ആശങ്കാജനകമാണ്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.